UDF-ൽ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് കളമശ്ശേരി നഗരസഭയിലെ സ്ഥിരം സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾക്ക് പത്രിക സമർപ്പിക്കാനായില്ല. അതേസമയം ഓരോ സമിതിയിലേക്കും LDF നൽകിയ പത്രിക എതിരില്ലാതെ തെരഞ്ഞെടുത്തതായി വരണാധികാരി അറിയിച്ചു. ഒഴിവുള്ള സ്ഥാനങ്ങളിലേക്ക് ബുധനാഴ്ച 11-ന് പത്രിക സമർപ്പിക്കാൻ വരണാധികാരി അംഗങ്ങൾക്ക് നോട്ടീസ് നൽകി. UDF ഭരിക്കുന്ന കളമശ്ശേരി നഗരസഭയിൽ സ്ഥിരം സമിതികളിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് ചൊവ്വാഴ്ചയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരണാധികാരി നിർദ്ദേശിച്ചിരുന്നത്. രാവിലെ 10:45-ന് പത്രിക നൽകണമെന്നായിരുന്നു അംഗങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. LDF അംഗങ്ങൾ കൃത്യസമയത്ത് നോമിനേഷൻ നൽകി. എന്നാൽ ഭരണപക്ഷമായ UDF-ലെ അംഗങ്ങൾ എത്താൻ വൈകി. മുന്നണിക്കകത്ത് ലീഗും കോൺഗ്രസും തമ്മിലും കോൺഗ്രസിൽ AI ഗ്രൂപ്പുകൾ തമ്മിലും നിലനിന്ന തർക്കമായിരുന്നു കാരണം. സ്ഥിരം സമിതി അധ്യക്ഷ പദവി നൽകാത്തതിനെ ചൊല്ലി ലീഗ് അംഗങ്ങൾ വലിയ പ്രതിഷേധത്തിലുമാണ്. തർക്കത്തിനിടെ 10:50-ഓടെയാണ് അംഗങ്ങൾ കൗൺസിൽ ഹാളിലെത്തിയത്. നിർദ്ദേശിച്ചിരുന്ന സമയം കഴിഞ്ഞതിനാൽ UDF അംഗങ്ങളുടെ പത്രിക സ്വീകരിക്കരുതെന്ന് LDF ആവശ്യപ്പെട്ടു. ഇടതംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് UDF അംഗങ്ങളുടെ പത്രിക വരണാധികാരി സ്വീകരിച്ചില്ല. ഇതോടെ UDF അംഗങ്ങൾ വാക്കൌട്ട് നടത്തി ക്വാറം തികഞ്ഞില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ സമയപരിധിക്കകത്ത് ലഭിച്ച പത്രികകൾ സ്വീകരിച്ചതായും അവർ തെരഞ്ഞെടുക്കപ്പെട്ടതായും വരണാധികാരി അറിയിച്ചു. തുടർന്ന് ഒഴിവുള്ള സ്ഥാനങ്ങളിലേക്ക് ബുധനാഴ്ച രാവിലെ 11-ന് പത്രിക സമർപ്പിക്കാൻ വരണാധികാരി അംഗങ്ങൾക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.